ഫെബ്രുവരി 1 നാലാം ഞായറാഴ്ചയിലെ സുവിശേഷം. മത്തായി 5:1-12 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രസിദ്ധമായ പഠിപ്പിക്കലുണ്ട്. അഷ്ടസൗഭാഗ്യങ്ങൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ അഹിംസാത്മക മാർഗങ്ങൾ ഉപയോഗിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് ഗാന്ധി ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ആളുകളെ ഈ അഷ്ടസൗഭാഗ്യങ്ങൾ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഗിരിപ്രഭാഷണം ഗാന്ധിയെ വളരെയധികം സ്വാധീനിച്ചു. തൻ്റെ മനസ്സിലുള്ള ആഴത്തിലുള്ള മുദ്ര എന്ന് അദ്ദേഹം അതിനെ വിളിച്ചു. മഹാത്മാഗാന്ധി പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം ഇന്നും എന്നെ ആനന്ദത്താൽ നിറയ്ക്കുന്നു എന്നാണ്. അതിലെ മധുരമുള്ള വാക്യങ്ങൾക്ക് ഇന്നും എൻ്റെ ആത്മാവിൻ്റെ വേദന ശമിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. യേശുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ കാതലായ ഭാഗമാണ് ഈ അഷ്ടസൗഭാഗ്യങ്ങൾ. അവ മനുഷ്യനെ അപലപിക്കുന്നില്ല, മറിച്ച് പ്രചോദിപ്പിക്കുന്നു. ഒരു തരത്തിൽ അവ നമ്മുടെ ലോകത്തെ തലകീഴായി മാറ്റുന്നു. ലോകം ദുരന്തമോ ശൂന്യമോ ആയി കാണുന്നത് യേശു അനുഗ്രഹമായി കാണുന്നു. വിനയം, വിലാപം, സൗമ്യത, സമാധാനം എന്നീ ഗുണങ്ങൾ. ഈ ഗുണങ്ങൾക്കനുസൃതമായി യേശു ജീവിച്ചു. ഭൂമിയിൽ നമ്മോടൊപ്പമുള്ള അവിടുത്തെ ജീവിതകാലത്ത് അവിടുത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും നമുക്ക് അവ കാണാൻ കഴിയും. ദൈവാനുഗ്രഹങ്ങളുടെ ആത്മാവിൽ ജീവിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കാൻ അവിടത്തേക്ക് കഴിഞ്ഞു. കാരണം യേശു തന്നെ അവ ജീവിച്ചു. സത്യസന്ധത നിറഞ്ഞ ജീവിതം തീർച്ചയായും അനുഗ്രഹീതമായ ഒരു ജീവിതമാണെന്ന് യേശു അറിഞ്ഞിരുന്നു. അഷ്ടസൗഭാഗ്യങ്ങളിലെ ആദ്യത്തെ 4 ദൈവാനുഗ്രഹങ്ങൾ ഇപ്രകാരമാണ്. നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തെയാണ് അവ സൂചിപ്പിക്കുന്നത്. ആദ്യത്തേത്, ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ. ഭൗതിക ദാരിദ്ര്യത്തെ അല്ല, ആത്മീയ ദാരിദ്ര്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യേശു ആരംഭിക്കുന്നത്. ആത്മാവിൽ ദരിദ്രർ തങ്ങൾക്ക് അപ്പുറത്തുള്ള രക്ഷയുടെ ആവശ്യകത അംഗീകരിക്കുന്നു. ഇതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഫരിസേന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. സ്വയം നീതീകരിച്ച ഫരിസേനല്ല, പിന്നെയോ ചുങ്കക്കാരനാണ് കരുണയുടെ ആവശ്യകതയെ താഴ്മയോടെ അംഗീകരിച്ചത്. അതിനാൽ അവൻ ന്യായീകരിക്കപ്പെട്ടു. 2, ദുഃഖിക്കുന്ന ഭാഗ്യവാന്മാർ. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ ദുഃഖിക്കുക അല്ല, പിന്നെയോ പാപത്തിലും തകർച്ചയിലും ദുഃഖിക്കുകയാണ് ഇത്. ഇതിനൊരു ഉദാഹരണമാണ് പത്രോസ് ശ്ലീഹ. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതിൽ പത്രോസ് വിലപിച്ചു. അവൻ പുനഃസ്ഥാപിക്കപ്പെട്ടു. യൂദാസിന് പശ്ചാത്താപം ഉണ്ടായിരുന്നു, പക്ഷേ യഥാർത്ഥ അനുതാപമില്ലായിരുന്നു. 3, എളിമയുള്ളവർ ഭാഗ്യവാന്മാർ. സൗമ്യത ബലഹീനതയല്ല, പിന്നെയോ നിയന്ത്രണത്തിലുള്ള ശക്തിയാണ്. ദൈവത്തോടുള്ള എളിമയുടെ കീഴ്പ്പെടലാണത്. എളിമയുടെ ഉത്തമ ഉദാഹരണമാണ് മോശ. ഭൂമിയിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ എന്നാണ് ബൈബിൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നിരുന്നാലും അദ്ദേഹം ശക്തനും നിർണായകനുമായ ഒരു നേതാവായിരുന്നു. 4, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാർ. വിശക്കുന്ന ഒരു മനുഷ്യൻ ഭക്ഷണം ഇങ്ങനെ തൊട്ടു നോക്കുന്നതല്ല, അവൻ വാരിക്കോരി കഴിക്കുന്നു. അതുപോലെ ഒരു യഥാർത്ഥ വിശ്വാസി നീതി ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തിനായി യഥാർത്ഥത്തിൽ വിശക്കുന്നുണ്ടോ, അതോ ഞാൻ ആത്മീയമായി സംതൃപ്തനാണോ? അടുത്ത 4 അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തെ കുറിക്കുന്നു. ആദ്യത്തെ 4 അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ആന്തരിക ഗുണങ്ങളിൽ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ മനോഭാവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
അവ ദൈവം മുമ്പാകെ നാം എങ്ങനെ കാണുന്നു എന്നതിനെ രൂപപ്പെടുത്തുന്നു. എന്നാൽ അവസാനത്തെ 4 ആ ആന്തരിക മനോഭാവങ്ങളുടെ ബാഹ്യപ്രകടനത്തെ പ്രതിഫലിപ്പിക്കുന്നു. 5. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. കരുണയുള്ളവർ എന്ന വാക്ക് എലിമോനിൽ നിന്നാണ് വരുന്നത്, അതായത് ദാനധർമ്മം. ഹെബ്രായരുടെ ലേഖനത്തിൽ 2:17 യേശുവിനെ നമ്മുടെ കരുണയുള്ളവനും വിശ്വസ്തനുമായ മഹാപുരോഹിതൻ എന്ന് വിശേഷിപ്പിക്കുന്നു. കരുണയുടെ ഏറ്റവും വലിയ ഉദാഹരണവും ആത്യന്തിക ഉറവിടവുമാണ് യേശു. കാരുണ്യം പ്രവൃത്തികളിൽ പ്രകടമാകുന്നത് പ്രത്യേകിച്ച് അർഹതയില്ലാത്തവരോട് കാരുണ്യം കാണിക്കുമ്പോഴാണ്. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് നല്ല സമരിയാക്കാരൻ. മുറിവേറ്റ മനുഷ്യനെ സഹായിച്ചുകൊണ്ട് അവൻ കരുണ കാണിച്ചു. 6. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ. പരിശുദ്ധി എന്നാൽ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്ന, വിഭജിക്കപ്പെടാത്തൊരു ഹൃദയം ഉണ്ടായിരിക്കുക എന്നതാണ്. ഹൃദയശുദ്ധി നമ്മുടെ ആത്മീയ ദർശനത്തെ മൂടുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നു, ദൈവത്തെ നമുക്ക് ദൃശ്യമാക്കുന്നു. ഒരു തുള്ളി വിഷം കലർന്ന ഒരു ഗ്ലാസ് വെള്ളം ശുദ്ധമല്ല. അതുപോലെ ചെറിയ അശുദ്ധി പോലും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ബാധിക്കുന്നു. 7. സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ഭാഗ്യവാന്മാർ. യേശു പറയുന്ന സമാധാനം സംഘർഷത്തിൻ്റെ ലളിതമായ അഭാവത്തിനപ്പുറത്തേക്ക് പോകുന്നു. അത് നീതിയുടെ സാന്നിധ്യമാണ്. നീതി സംഘർഷം അവസാനിപ്പിക്കുക മാത്രമല്ല, സ്നേഹത്തിലൂടെ രോഗശാന്തി കൊണ്ടുവരികയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സമാധാനം സജീവവും പരിവർത്തനാത്മകവുമാണ്. യഹൂദ ആശംസയായ ഷാലോം സമാധാനത്തിനായുള്ള ആഗ്രഹത്തെക്കാൾ കൂടുതൽ അത് പ്രകടിപ്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ പരമോന്നത നന്മ നൽകപ്പെടണമെന്ന ആഗ്രഹത്തെ അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള സമാധാനം ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുകയും ക്ഷേമം കൊണ്ടുവരികയും ചെയ്യുന്നു. ശത്രുതയുടെ അഭാവം മാത്രമല്ല അത്. സമാധാനം സ്ഥാപിക്കുന്നവർ സജീവമായി അനുരഞ്ജനം തേടുകയും ഐക്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. യേശുവാണ് പരമമായ സമാധാന നിർമ്മാതാവ്. അവൻ പാപികളെ ദൈവവുമായി അനുരഞ്ജിപ്പിച്ചു. 8. പീഡിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർക്ക് യേശു ഇരട്ടി അനുഗ്രഹം നൽകുന്നു. അത് ആത്യന്തികമായി അവൻ്റെ ആഗ്രഹമാണ്. തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്കുള്ള പ്രത്യേക വാഗ്ദാനം സ്വർഗരാജ്യമാണ്. ദൈവരാജ്യത്തിലെ പൗരന്മാർ പൂർണ്ണമായി അത് അവകാശമാക്കും. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.